മെഷീൻ ടൂൾസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി നോക്കാനുള്ളൊരു ടോപ്പിക്ക് നമ്മുടെ ലെയ്ത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടേണിങ്, ഫേസിങ്, ത്രെഡ് കട്ടിങ്, ചാംഫറിങ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ 7 മാർക്കിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കുക. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നതിൽ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ ലെയ്ത്ത്. ലെയ്ത്തിൽ പെർഫോം ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഓപ്പറേഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളൊരു മിനിമം ഒരു 4-5 എന്ത് ചെയ്യുക ഓപ്പറേഷൻസ് എങ്കിലും നമ്മൾ അതിൻ്റെ പേരുകളും അതുപോലെ തന്നെ ഒരു 4-5 ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ നമുക്ക് മുഴുവൻ മാർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ ലെയ്ത്ത്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. കോമൺ ആയിട്ട് അറിയുന്ന പ്രോസസ്സാണ് ഫേസിങ്ങും ടേണിങ്ങും. പിന്നെ ടേണിങ് തന്നെ വരുന്ന നമ്മുടെ സ്ട്രെയിറ്റ് ടേണിങ്ങും അതുപോലെ സ്റ്റെപ്പ് ടേണിങ്ങും. പിന്നെ ചാംഫറി എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. ഗ്രൂവിങ് ഉണ്ട്, ഫോമിങ്, നേളിങ്, അണ്ടർ കട്ടിങ്, ടാപ്പർ ടേണിങ്, ത്രെഡ് കട്ടിങ്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഡ്രില്ലിങ്, റീമിങ്, ബോറിങ്, ടാപ്പിങ്. ഇപ്പോൾ ഏകദേശം ഒരു 10-15ഓളം പ്രോസസ്സുകളാണ് നമുക്ക് ലെയ്ത്തിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്ന ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു 2-3 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, 3 മാർക്കിനും അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ 1 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാത്തിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് സ്കോറുകൾ നഷ്ടപ്പെടാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ഫേസിങ് ഓപ്പറേഷനാണ്. ഞാൻ ഇവിടെ നമ്മുടെ മെഷീൻ ടൂൾസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെയ്ത്ത് പരിചയപ്പെടുത്തുമ്പോഴേ പറഞ്ഞ പ്രോസസ്സാണ് നമ്മുടെ ഫേസിങ് എന്ന് പറയുന്നത്. അധികം അതിൽ സമയം കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കൊന്ന് പോയിൻറ്റ്സ് വായിച്ച് പോകാം. ഫേസിങ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് മെഷീനിങ് ദ എൻഡ്സ് ഓഫ് എ വർക്ക് പീസ് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസ്. അല്ലേ, വർക്ക് പീസിൻ്റെ എൻഡിൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫേസിങ് എന്ന് പറയുന്നത്. സ്ക്വയർ വിത്ത് ആക്സിസിന് സ്ക്വയർ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടൂൾ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. The operation involves feeding the tool perpendicular to the axis of the rotation of the work. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫീഡ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ടൂൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫേസിങ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചതാണ്. ടേണിങ്ങും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ടേണിങ് ഇൻ എ ലെയ്ത്ത് ഈസ് ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ടു പ്രൊഡ്യൂസ് എ സിലിണ്ടറിക്കൽ സർഫസ് ഓഫ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ നമ്മുടെ ആ ഒരു പുറമേ ഉള്ള സിലിണ്ടറിക്കൽ പോർഷൻ്റെ ആ ഒരു സർഫസിൽ നിന്നും നമ്മൾ വർക്ക് പീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ സ്ട്രെയിറ്റ് ടേണിങ്ങും വരുന്നുണ്ട്, സ്റ്റെപ്പ് ടേണിങ്ങും വരുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിഗർ നോക്കാം. ഇതാണ് നമുക്ക് സ്ട്രെയിറ്റ് ടേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ടൂൾ എന്തായിരിക്കും മൂവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരേപോലെ, അതായത് ത്രൂ ഔട്ട് ഒരേ ഫീൽഡിലായിരിക്കും എന്ത് ചെയ്യുക, ടൂൾ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ സ്റ്റെപ്പ് ടേണിങ് ആകുമ്പോൾ എന്തായിരിക്കും, കൂടെ കാണുന്നുണ്ടായിരിക്കും, സ്റ്റെപ്പ് ഇവിടെ കണ്ടോ. ആദ്യം ഇവിടെ ഡയമീറ്റർ കുറച്ചു അല്ലേ, ആദ്യം വലിയ ഡയമീറ്റർ ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ ഈ ഭാഗം ഇത്ര കുറച്ചു, പിന്നെ ഈ ഭാഗം കുറച്ചു അല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് ടൂൾ മൂവ് ചെയ്യുമ്പം ആദ്യം ഡയമീറ്റർ കുറയ്ക്കും, പിന്നെ ഈ ഡയമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യും, അങ്ങനെ ഈ ഡയമീറ്റർ സെറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് പോലെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ സ്ട്രെയിറ്റ് ടേണിംഗ് ആകുമ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയി ചെയ്യുന്നതാണ്. അതായത് ത്രൂ ഔട്ട് ഒരേ ഡയമീറ്റർ കുറയ്ക്കുന്ന രീതിയാണ് സ്ട്രെയിറ്റ് ടേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനേഷനൊക്കെ വായിച്ച് നോക്കാം. ദ വർക്ക് ഈസ് ടേൺഡ് സ്ട്രെയിറ്റ് വെൻ ഇറ്റ് ഈസ് മെയ്ഡ് ടു റൊട്ടേറ്റ് അബൌട്ട് ദ ലെയ്ത്ത് ആക്സിസ് ആൻഡ് ദ ടൂൾ ഈസ് ഫെഡ് പാരലൽ ടു ദ ലെയ്ത്ത് ആക്സിസ്. അല്ലേ, ലെയ്ത്ത് ആക്സിസിന് പാരലായിട്ട് ടൂൾ മൂവ് ചെയ്യും. ദ സ്ട്രെയിറ്റ് ടേണിംഗ് പ്രൊഡ്യൂസേഴ്സ് എ സിലിണ്ടറിക്കൽ സർഫസ്. ദ സ്ട്രെയിറ്റ് ടേണിംഗ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്. ബൈ റിമൂവിങ് എക്സസ് മെറ്റൽ ഫ്രം ദ വർക്ക് പീസസ്. എന്ത് ചെയ്യും, വർക്ക് പീസിൻ്റെ മേലെ നിന്ന് എക്സസ് മെറ്റൽ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്ട്രെയിറ്റ് ടേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സ്ട്രെയിറ്റ് ടേണിംഗ് എന്നും അതുപോലെ തന്നെ എന്താണ് സ്റ്റെപ്പ് ടേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും. ഓക്കെ, ഇനി സ്റ്റെപ്പ് ടേണിംഗ് ആകുമ്പോൾ
ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിങ് ഡിഫറൻറ്റ് സർഫസസ് ഹാവിങ് ഡിഫറൻറ്റ് ഡയമീറ്റേഴ്സ് അല്ലേ. നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഡയമീറ്റർ, ഇവിടെ മറ്റൊരു ഡയമീറ്റർ, ഇവിടെ വേറെ ഡയമീറ്റർ. അപ്പോൾ ഓരോ ഭാഗത്തും എന്തായിരിക്കും, ഓരോ ഡയമീറ്ററിൽ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ. ദ വർക്ക് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആൻഡ് ദ ടൂൾ ഈസ് മൂവ്ഡ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്ത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഷോൾഡർ ടേണിംഗ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഷോൾഡർ ടേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം നമ്മൾ ഓൾറെഡി ടേണിങ്ങിനെ കുറിച്ച് ബേസിനെ കുറിച്ച് നമ്മളൊക്കെ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തൊരു പ്രോസസ്സാണ്, ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ചാംഫറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചാംഫറിങ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ചാംഫറിങ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന പോലെ ചെരിച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ചാംഫറിങ്. നമ്മൾ സാധാരണ ബോൾട്ടിൻ്റെ ഒക്കെ എൻഡിലായിട്ട് അല്ലേ, നമ്മുടെ ബോൾട്ടിൻ്റെ ഒക്കെ എൻഡിൽ നമ്മൾ എഡ്ജ് ചാംഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ബോട്ട് ഈസി ആയിട്ട് ആ ഒരു നെറ്റിനകത്തേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും, അങ്ങനെ ചാംഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ചാംഫറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ബിവലിംഗ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ വർക്ക് പീസ്. ബിവലിംഗ് എന്ന് പറഞ്ഞാൽ ചെരിച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്ട്രീം എൻഡിൽ എന്ത് ചെയ്യും, ബിവലിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ് ചാംഫറിങ്. ഓക്കെ, ദ ഫോം ടൂൾ യൂസ്ഡ് ഫോർ ടാപ്പർ ടേണിംഗ് മേ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ നമ്മൾ ടാപ്പർ ടേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോം ടൂൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ടാപ്പർ ടേണിങ് 2 മെത്തേഡ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവറും അതുപോലെ തന്നെ കോമ്പൗണ്ട് റെസ്റ്റ് ടിൽറ്റ് ചെയ്യുന്ന ഒരു രീതിയും. ഓക്കെ, അപ്പോൾ അതേപോലെ വേറൊരു പ്രോസസ്സും കൂടി വരുന്നുണ്ട്. അതായത് ടാപ്പർ ടേണിങ് ചെയ്യാൻ നമ്മൾ ഫോം ടൂൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോം ടൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ടാപ്പർ ടേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെരിഞ്ഞ സർഫസുള്ള ഒരു കട്ടിങ്, ഇവിടെ ചെരിഞ്ഞ സർഫസുള്ള കട്ടിങ് ടൂളാണ് ഫോം ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാംഫറിങ് ഈസ് ആൻ എസെൻഷ്യൽ ഓപ്പറേഷൻ ആഫ്റ്റർ ത്രെഡ് കട്ടിങ് സോ ദാറ്റ് ദ നെറ്റ് മേ പാസ് ഫ്രീലി ഓൺ ദ ത്രെഡഡ് വർക്ക് പീസ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ദ ഫോം ടൂൾ യൂസ്ഡ് ഫോർ ടാപ്പർ ടേണിങ് മേ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അല്ലേ, ഫോം ടേണിങ്ങിന് വേണ്ടി ഫോം ടൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ടാപ്പർ ടേണിങ്ങിന് വേണ്ടി നമ്മൾ ഫോം ടൂൾ യൂസ് ചെയ്യാറുണ്ട്. ആ ഫോം ടൂൾ നമുക്ക് ഈ ഒരു ചാംഫറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യാനായിട്ട്, ഇവിടെ കാണുന്ന പോലെ ചെരിച്ച് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാപ്പർ ടേണിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് നോക്കുക, ചാംഫറിങ് ഈസ് ആൻ എസെൻഷ്യൽ ഓപ്പറേഷൻ ആഫ്റ്റർ ത്രെഡ് കട്ടിങ്. അപ്പോൾ ത്രെഡ് കട്ടിങ്ങിന് ശേഷം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ്, നിർബന്ധമായും ചെയ്യുന്നൊരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു ചാംഫറിങ് എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നെറ്റിനകത്തേക്ക് ഈസി ആയിട്ട് എന്തായിരിക്കും, ആ ബോൾട്ടിന് മൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ദ നെറ്റ് മേ പാസ് ഫ്രീലി ഓൺ ദ ത്രെഡഡ് വർക്ക് പീസ്. അല്ലേ, നമ്മൾ പറഞ്ഞ പോലെ ആ ത്രെഡഡ് വർക്ക് പീസിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നെറ്റിനെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രോസസ്സാണ് ഗ്രൂവിങ്. ഇപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് ഇതേപോലെ ഗ്രൂവ് ഉണ്ടാക്കുന്ന ടൈപ്പ് പ്രോസസ്സാണ് ഗ്രൂവിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ പല ടൈപ്പ് ഷേപ്പിലുള്ള ഗ്രൂവിങ് ടൂളുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് പോലെ തന്നെ ആയിരിക്കും നമുക്ക് പല പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. ഗ്രൂവിങ് ഇസ് ദ പ്രോസസ് ഓഫ് കട്ടിങ് എ നാരോ ഗ്രൂവ് ഓൺ ദ സിലിണ്ടറിക്കൽ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. ഇറ്റ് ഈസ് ഓഫൺ ഡൺ അറ്റ് ദ എൻഡ് ഓഫ് എ ത്രെഡ് ഓർ അഡ്ജസൻറ്റ് ടു എ ഷോൾഡർ ടു ലീവ് എ സ്മോൾ മാർജിൻ. ദ ഗ്രൂവ് മേ ബി സ്ക്വയർ, റേഡിയൽ ഓർ ബിവൽഡ് ഇൻ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന പോലെ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ റേഡിയൽ ആയിട്ടോ അല്ലെങ്കിൽ ബിവൽഡ് അടിച്ച് പോലെ ആയിരിക്കും എന്ത് ചെയ്യുക, ഗ്രൂവ് സാധാരണ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ നാരോ ഗ്രൂവ് കട്ട് ചെയ്യാറുണ്ട്. അതായത് ഇടയ്ക്ക് നമ്മൾ വർക്ക് പീസിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ സ്റ്റെപ്പ് പോലെ കട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രൂവ് പോലെ കട്ട് ചെയ്യുന്ന സംഭവമാണ് ഗ്രൂവിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്താണ് നമ്മുടെ ഫോമിങ് ഓപ്പറേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടേണിങ് എ കോൺവെക്സ്, കോൺകേവ് ഓർ എനി ഇറഗുലർ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന പോലെ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഫോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷേപ്പിലുള്ള ഫോം ടൂൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഫോർ ടേണിങ് എ സ്മോൾ ലെങ്ത് ഫോംഡ് സർഫസ് എ ഫോമിംഗ് ടൂൾ ഹാവിങ് കട്ടിംഗ് എഡ്ജ് കൺഫോമിംഗ് ടു ദ ഷേപ്പ് റിക്വയർഡ് ഈസ് ഫെഡ് സ്ട്രെയിറ്റ് ഇൻ ടു ദ വർക്ക്. ഓക്കെ, അപ്പോൾ ഫോമിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോം ടൂൾ ഉപയോഗിച്ച് അതേപോലത്തെ ഒരു കർവ് ഷേപ്പിലുള്ള കട്ടിങ് എഡ്ജൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് നമ്മുടെ നേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ നേളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ഫിഗർ നോക്കുക, അതായത് നമ്മുടെ സാധാരണ നമ്മുടെ പല മെഷീൻ്റെയൊക്കെ പല ഹാൻഡിൽസിനൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഡയഗണൽ ഷേപ്പിലുള്ള ഒരു കട്ടിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ നേളിംഗ് ടൂൾ ഉപയോഗിച്ചാണ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നേളിംഗ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ വായിച്ച് നോക്കാം. ഇറ്റ് ഈസ്
നേളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എംബോസിങ് എ ഡയമണ്ട് ഷേപ്പ്ഡ് പാറ്റേൺ ഓൺ ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. വർക്ക് പീസിൻ്റെ സർഫസിൽ ഡയമണ്ട് ഷേപ്പ് പാറ്റേൺ എംബോസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെ, പ്രിൻ്റ് ചെയ്യല്ല, അതിൽ എന്താ പറയുക, നമ്മളതിന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ രൂപം മാറ്റുന്ന പ്രോസസ്സിന് നമ്മൾ എംബോസിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എംബോസിങ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ നേളിംഗ് എന്ന് പറഞ്ഞാൽ. ദ നേളിംഗ് ടൂൾ ഹോൾഡർ ഹാസ് 1 or 2 hardened steel rollers വിത്ത് എഡ്ജസ് ഓഫ് റിക്വയർഡ് പാറ്റേൺ. അപ്പോൾ നമ്മൾ നേളിംഗ് ടൂൾ ഹോൾഡറിൻ്റെ മേലെയാണ് നേളിംഗ് ടൂൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഒന്നോ അല്ലെങ്കിൽ 2 ഹാർഡൻഡ് സ്റ്റീൽ റോളേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ റോളേഴ്സിൻ്റെ മേലെ ഇതേപോലത്തെ ആ ഒരു ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ഒരു സൈഡിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് ചെരിഞ്ഞിട്ടുള്ള കട്ടിങ് അടിച്ചുള്ള ഒരു ടൂൾ പോലെയാണ്, അല്ലെങ്കിൽ റോളർ പോലെയാണ് നമ്മുടെ നേളിംഗ് ടൂൾ ഉണ്ടായിരിക്കുക. ദ ടൂൾ ഹോൾഡർ ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ റൊട്ടേറ്റിംഗ് വർക്ക്. എന്ത് ചെയ്യും, ടൂൾ ഹോൾഡർ എന്ത് ചെയ്യും, ആ റൊട്ടേറ്റിംഗ് വർക്കുമായിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് അതിൻ്റെ മേലെ എംബോസ് ആവുന്നത്. ദ റോളേഴ്സ് എംബോസ് ദ റിക്വയർഡ് പാറ്റേൺ. എന്ത് ചെയ്യുമ്പോൾ റോളേഴ്സാണ് ആ ഒരു പാറ്റേൺ അതിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംബോസ് ചെയ്യുന്നത്. ദ ടൂൾ ഹോൾഡർ ഈസ് ഫെഡ് ഓട്ടോമാറ്റിക്കലി ടു ദ റിക്വയർഡ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേളിങ്ങിൻ്റെ പർപ്പസ് പറയുന്നുണ്ട് ടു പ്രൊവൈഡ് ആൻ എഫക്റ്റീവ് ഗ്രിപ്പിംഗ് സർഫസിൽ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സർഫസിന് ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പ്രൊവൈഡ് ബെറ്റർ അപ്പിയറൻസ് ടു വർക്ക്, അല്ലേ, വർക്കിന് ഒരു ബെറ്റർ അപ്പിയറൻസ് കൊടുക്കാനും നമ്മൾ ചെയ്യാറുണ്ട്. ടു സ്ലൈറ്റ്ലി ഇൻക്രീസ് ദ ഡയമീറ്റർ ഓഫ് ദ വർക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, വർക്കിൻ്റെ ഡയമീറ്റർ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യിക്കാണ് നമ്മൾ ഈ ഒരു നേളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് എഴുതാനും അതുപോലെ ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ, അടുത്താണ് അണ്ടർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അണ്ടർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഗ്രൂവിങ് പോലെ തന്നെ ഒരു പ്രോസസ്സാണ് അണ്ടർ കട്ടിംഗ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് അണ്ടർ കട്ടിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് ദ ഡയമീറ്റർ ഇഫ് ഡൺ ഇൻറ്റേർണലി ആൻഡ് റെഡ്യൂസിങ് ദ ഡയമീറ്റർ ഇഫ് ഡൺ എക്സ്റ്റേർണലി ഓവർ എ ഷോർട്ട് ലെങ്ത്ത്. അപ്പോൾ ഒരു ഷോർട്ട് ലെങ്ത്തിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഹോളിനെയോ അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ നമ്മൾ എൻലാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററിനെ റിഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അണ്ടർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂസ്ഫുൾ മെയിൻലി ടു മേക്ക് ഫിറ്റ്സ് പെർഫെക്റ്റ്. അപ്പം ആ ഒരു പെർഫെക്റ്റ് ഫിറ്റൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് അണ്ടർ കട്ടിംഗ് ചെയ്യാറുള്ളത്. ബോറിംഗ് ടൂൾസ് ആൻഡ് പാർട്ടിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് ബോറിംഗ് ടൂൾസ് അല്ലെങ്കിൽ പാർട്ടിംഗ് ടൂൾസ് ആയിരിക്കും ഈ ഒരു അണ്ടർ കട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഓർത്ത് വെക്കുക, നമ്മുടെ അണ്ടർ കട്ടിങ്ങിൻ്റെ ഫിഗർ. അപ്പോൾ നമ്മൾ പാർട്ടിംഗ് ടൂളാണ് അവിടെ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോസസ്സാണ് ത്രെഡ് കട്ടിങ്. നമുക്കറിയാം ത്രെഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമുക്കറിയുന്ന നമ്മുടെ സ്ക്രൂവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോൾട്ടിൻ്റെ ഒക്കെ ഷാങ്കിൻ്റെ മേലെ നമുക്കറിയാം ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ് ത്രെഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പ്രോസസ്സ് തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ 2 ലൈൻസ് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ത്രെഡ് കട്ടിങ് ഈസ് ടു പ്രൊഡ്യൂസ് ഹെലിക്കൽ ഗ്രൂവ് ഓൺ എ സിലിണ്ടറിക്കൽ സർഫസ് ബൈ ഫീഡിങ് ദ ടൂൾ ലോഞ്ചിറ്റ്യൂഡനലി. ഇപ്പോൾ ടൂള് ലോഞ്ചിറ്റ്യൂഡനലായിട്ട് മൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ സിലിണ്ടറിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ത്രെഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഡ്രില്ലിങ്, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന പ്രോസസ്സാണ് ഡ്രില്ലിങ്. അതായത് അതുപോലെ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് പീസിൻ്റെ മേലേക്ക് ഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ. ദ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് എ സിലിണ്ടറിക്കൽ ഹോൾ ഇൻ ദ വർക്ക് പീസ് ഈസ് കോൾഡ് ഡ്രില്ലിംഗ്. ഇറ്റ് ഈസ് ഡൺ ബൈ എ ടൂൾ ഡ്രിൽ ബിറ്റ് ഫിക്സഡ് ഇറ്റ് ഓൺ ദ ടെയിൽ സ്റ്റോക്ക് റിവോൾവിങ് അഗെയിൻസ്റ്റ് ദ റെവല്യൂഷൻ ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് നമ്മൾ ലേത്തിൽ എവിടെ ഫിറ്റ് ചെയ്താൽ നമ്മുടെ ടെയിൽ സ്റ്റോക്കിൻ്റെ സെൻറ്റർ വരുന്ന അവിടെയാണ് ആ ഡ്രിൽ ബിറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതൊന്നും ഒരുപാട് സമയങ്ങളുടെ ആവശ്യമില്ല, ഡ്രില്ലിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ ഡ്രില്ലിങ്ങിൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു പ്രോസസ്സാണ് ബോറിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ഇതെല്ലാവരും കേൾക്കാത്തൊരു പ്രോസസ് ആയിരിക്കും ബോറിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഇൻസൈഡ് ഓഫ് വർക്ക് പീസ് ഈസ് കോൾഡ് ബോറിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻലാർജ് ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഹോൾ. ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് എ ടൂൾ കോൾഡ് ബോറിംഗ് ബാർ അലോങ് ദ ആക്സിസ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ ശരിക്കും ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ ഡയമീറ്റർ കൂട്ടുന്ന പ്രോസസ്സാണ് നമ്മുടെ ബോറിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഈ വർക്ക് പീസിൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് പീസിൻ്റെ മേൽഭാഗത്ത് കുറച്ച് നമുക്ക് ഡയമീറ്റർ കൂട്ടണം വിചാരിക്കും. ഇവിടെ ഇത്തിരി ഡയമീറ്റർ കൂട്ടണം. അതായത് നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഒരു ബോൾട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം വിചാരിക്കുക. അപ്പോൾ ബോൾട്ടിന് ഇവിടെ ഒരു ഹെഡ് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹെഡ് കറക്റ്റായിട്ട് മെഷീൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ മെഷീൻ ബോർഡിൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്തായിരിക്കും, അവിടുത്തെ ഒരു സർഫസ് നീറ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിന് വീണ്ടും എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസും കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ അതിൽ കവിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ റീമിങ് എന്താണ്, ബോറിംഗ് എന്താണെന്നൊക്കെ നമുക്ക് സിമ്പിൾ വേർഡ്സിൽ 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് റീമിങ് നമ്മുടെ ഡ്രില്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിനിഷ്
ഓൾറെഡി ഡ്രിൽഡ് ഹോൾസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ സർഫസൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ട് ആക്യുറേറ്റ് സൈസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ഓൾറെഡി ഡ്രിൽഡ് ഹോൾസ് in the workpiece is called reaming. It is also used to enlarge the drilled hole of the workpiece. It is done by using a tool called reamer, fixing it on the tailstock like drilling bit, ബട്ടല്ല ഡ്രില്ലിംഗ് ബിറ്റ് അറ്റ് ലോ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഡ്രിൽ ബിറ്റ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈൽ സ്റ്റോക്കിൻ്റെ അവിടെ തന്നെ ആയിരിക്കും ഈ ഒരു റീമിംഗ് ടൂളും ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ടാപ്പർ ടേണിങ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ നമ്മൾ ടാപ്പർ ടേണിങ്ങിൽ നമ്മൾ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡും കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വരുന്നൊരു ഒരു ടൈപ്പ് മെത്തേഡാണ് ഫോം ടൂൾ മെത്തേഡ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ അന്ന് പറയാൻ വിട്ടുപോയ ഒരു മെത്തേഡാണ് ഫോം ടൂൾ മെത്തേഡ്. അപ്പോൾ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഫോം ടൂൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ഓപ്പറേഷൻ പറയുമ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു നമ്മൾ ടാപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ അതേപോലെ ചെരിച്ച് കട്ട് ചെയ്താണ് ടാപ്പർ ടേണിംഗ്. അപ്പോൾ അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെരിഞ്ഞ ഷേപ്പിലുള്ള ഫോം ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോം ടൂൾ മെത്തേഡിൽ നമ്മൾ ടാപ്പർ ടേണിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ടൈപ്പ് പ്രോസസ്സാണ് ഫോം ടൂൾ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡൊക്കെ നമ്മൾ മുന്നേ പഠിച്ചാണ്. ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡും നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു പറയാൻ വിട്ടുപോയ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു ടോപ്പിക്, അതായത് ഇവിടെ നോക്കുക, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിനൊക്കെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. ഒന്ന് ഹോട്ട് ഹാർഡ്നെസ് ആണ്, പിന്നെ വെയർ റെസിസ്റ്റൻസ്, ടഫ്നെസ്, അതുപോലെ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ. അത് ഓരോന്ന് നോക്കുക എന്തൊക്കെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, ഹോട്ട് ഹാർഡ്നെസ് പറഞ്ഞാൽ ദ മെറ്റീരിയൽ മസ്റ്റ് ബി ഹാർഡർ ദാൻ ദ വർക്ക് മെറ്റീരിയൽ അറ്റ് എലിവേറ്റഡ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ്. അല്ലെ, എന്താണ്, ദ മെറ്റീരിയൽ മസ്റ്റ് ബി ഹാർഡർ ആയിരിക്കണം, ഹാർഡർ ദാൻ ദ വർക്ക് മെറ്റീരിയൽ, വർക്ക് പീസിനേക്കാളും ഹാർഡർ ആയിരിക്കണം നമ്മുടെ ടൂൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അതായത് ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും ആ ഹാർഡ്നെസ് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, വർക്ക് പീസിനേക്കാളും ഹാർഡ്നെസ് ഉണ്ടായിരിക്കുന്നതാണ് ആ പ്രോപ്പർട്ടിയാണ് ഹോട്ട് ഹാർഡ്നെസ്. രണ്ടാമത്തെ നിങ്ങൾക്ക് അറിയുന്ന പ്രോപ്പർട്ടിയാണ് വെയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തേയ്മാനം സംഭവിക്കാൻ പാടില്ല, പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാൻ പാടില്ല. ദ മെറ്റീരിയൽ മസ്റ്റ് വിസ്റ്റാൻഡ് എക്സസീവ് വെയർ ഈവൻ ദോ ദ റിലേറ്റീവ് ഹാർഡ്നെസ് ഓഫ് ദ ടൂൾ വർക്ക് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, എന്ത് ചെയ്യാൻ പാടില്ല, മെറ്റീരിയൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, എക്സസീവ് വെയർ സംഭവിക്കാൻ പാടില്ല. മൂന്നാമത്തെ ടഫ്നെസ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന പ്രോപ്പർട്ടിയാണ് ദ മെറ്റീരിയൽ മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് ടഫ്നെസ് ടു വിസ്റ്റാൻഡ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ ആൻഡ് ടു പ്രിവെൻറ്റ് ബ്രേക്കേജ്. അപ്പോൾ മെഷീനിലൊക്കെ ഉണ്ടാകുന്ന ഷോക്കോ അതായത് ചെറിയ ഷെയ്ക്കിങ്ങോ അല്ലെങ്കിൽ വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ടൂള് പൊട്ടിപ്പോകാൻ പാടില്ല, ബ്രേക്കേജ് സംഭവിക്കാൻ പാടില്ല. പിന്നെ അടുത്താണ് കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ. ദ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഓഫ് ഫാബ്രിക്കേഷൻ ഷുഡ് ഹാവ് വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ്. അപ്പോൾ ആ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് എന്തായിരിക്കണം, ഒരു കംഫർട്ടബിൾ ആയിരിക്കണം, ഒരു റീസണബിൾ ലിമിറ്റിലായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക. പ്രീവിയസ് ഇയർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ടായിരിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന് ചോദിച്ചാൽ ഫസ്റ്റ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എല്ലാം. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.